എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വലിയ സന്തോഷം, ഇത്രയും സന്തോഷമുള്ള നിമിഷം എല്ലാവരുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നാട്ടിലെത്തിയപ്പോഴേ കുറേ മെസ്സേജസും കുറേ കോൾസും ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ എന്താണെന്നൊക്കെ കുറേ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒറ്റയ്ക്ക് കൊടുക്കാനുള്ളൊരു സമയവും ലിമിറ്റേഷൻസും കുറേ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ച് വിളിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അറിയാം, എല്ലാവർക്കും ഭയങ്കര പ്രഷറും കാര്യങ്ങളും കാണും. എല്ലാവർക്കും ഒറ്റയ്ക്കുള്ള ഇൻ്റർവ്യൂ വേണമെന്നും കുറച്ച് വർഷങ്ങളായിട്ട് എനിക്കത് അറിയാൻ പറ്റും. പക്ഷേ താങ്ക് യു, എല്ലാവരും വന്നതിന് വലിയ സന്തോഷം. കഴിഞ്ഞേ ഉള്ളൂ അല്ല, ഇതിപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ അടുത്ത് നമുക്ക് IPL ആണ് വരുന്നത്. അപ്പോൾ IPL ഒരു പുതിയ ടീമിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ IPL നന്നായിട്ട് കളിക്കണം, അവർക്ക് വേണ്ടി മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇപ്പോൾ അവിടെയാണ് മനസ്സുള്ളത്. ഉറപ്പായിട്ടും കുറച്ച് വിഷമിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് പോയത്. അപ്പോൾ വിചാരിച്ച പോലെ ആ ഒരു സപ്പോർട്ടും ഇത്രയും എനർജിയും ഇത്രയും പ്രാർത്ഥന നൽകുന്ന ഒരു ആൾക്കാരുടെ ഫ്രണ്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിലാണ് പോയത്. പക്ഷെ അതിനെക്കാട്ടിയും വലിയൊരു സംഭവമാണ് മുകളിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടിയതിൽ വലിയ സന്തോഷം. തിരിച്ചു വന്നപ്പോൾ ആ ഒരു എനർജിയും ആ ഒരു സപ്പോർട്ടും ആ ഒരു പോസിറ്റീവായിട്ട് എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ അത് സിനിമയിലൊക്കെ പറയില്ല, ഇത് നമ്മുടെ വിജയമാണെന്നൊക്കെ പറയില്ല, ആ ഒരു ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെ, അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ ആയിട്ട് നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ടീമിൽ ഓൺ ആൻഡ് ഓഫായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ആദ്യമായിട്ടാണ് 2 മാസം ഒന്നിച്ചൊരു ടീമിൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ വിളിക്കുമ്പോഴും ഇടയ്ക്ക് കാണുമ്പോഴും കുറേ നല്ല പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ഒരു 2 മാസം ഒരു ടീമിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നേരിട്ട് കാണുകയും നേരിട്ട് കുറേ പുള്ളി എങ്ങനെയാണ് ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതും പുള്ളി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതെല്ലാം നേരിട്ട് കണ്ട് പഠിക്കാനും അങ്ങനത്തെ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മളായിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ, തലയും വാലും ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളായിട്ട് പോയാൽ മതി. ഇപ്പം തന്നെ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഏത് രീതിയിലാണ് കളിയെ കാണുന്നത്, എങ്ങനെയാണോ പുറത്ത് ഗ്രൗണ്ടിൽ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് ഉള്ളത്, ആ സെയിം രീതിയിലായിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ബാക്കി ഫാൻസിൻ്റെയും നാട്ടുകാരുടെയും ഓരോ സന്തോഷമില്ല, അവർക്ക് എങ്ങനെ വേണോ വിളിക്കാം. ആദ്യമായിട്ടാണ് IPL കളിച്ചിട്ട് RRൻ്റെ അഗെയിൻസ്റ്റ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഗ്രൗണ്ടിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇമോഷൻസ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ആലോചിക്കാറില്ല. ഗെയിം ഉറപ്പായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷേ മാച്ചിന് മുമ്പും മാച്ച് കഴിഞ്ഞിട്ടും ഉറപ്പായിട്ടും പഴയ ടീമായിട്ട് കളിക്കുമ്പോൾ കുറേ പ്ലേയേഴ്സ് അവിടെ നമ്മൾ ചെറിയ കാലത്തിലെ കളിച്ച പ്ലേയേഴ്സൊക്കെ അപ്പുറത്തുണ്ട്, കുറേ മാനേജ്മെൻറ്റ് സപ്പോർട്ട് സ്റ്റാഫും എല്ലാവരും അവിടെ കാണും. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. എൻ്റെ സമയം RRൽ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞെന്ന് വിശ്വസിച്ചാണ് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പുതിയൊരു ജേണിയാണ്. അപ്പോൾ അവർ അഗെയിൻസ്റ്റ് വന്നാലും വലിയ സന്തോഷത്തോടെ തന്നെ കളിക്കാനാണ് താല്പര്യം. അതെ അതെ ചേട്ടാ, ഞാൻ പറഞ്ഞ അതെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഓൾറെഡി മലയാളികൾക്ക് ഒരു എക്സ്ട്രാ ഒരു ബഹുമാനവും എക്സ്ട്രാ ഒരു റെസ്പെക്റ്റും ഉണ്ട്. അത് നമ്മൾ ആൾക്കാർക്ക് പെരുമാറുന്ന രീതിയാണ്, നമ്മൾ ആൾക്കാർക്ക് സംസാരിക്കുന്ന രീതിയാണ്, നമ്മളെ ക്യാരി ചെയ്യുന്ന ഒരു രീതിയായിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ ഒരു നാട്ടിൽ നിന്ന് പോകുമ്പോൾ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് ഒരു നല്ല പേര് വരുത്തണമെന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ കൊണ്ടാണ് അവിടെയൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു ചേട്ടാ എന്നുള്ളൊരു പേര് എല്ലാവരും ഏറ്റെടുത്തെങ്കിൽ വലിയ സന്തോഷം. അപ്പോൾ വലിയ ചേട്ടന്മാർ വരെ എന്നെ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശരി, വലിയ കുഴപ്പമൊന്നുമില്ല, വിളിച്ചോട്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാ എപ്പോ ഏട്ടാ? ഓ അത് കുറച്ച് തംസപ്പ് അല്ല അത്. ഇല്ലേട്ടാ, അത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു നമ്മൾ റുട്ടീനാണല്ലോ. നമ്മൾ പല വിശ്വാസങ്ങളിലൂടെയാണല്ലോ ഓരോരോ ബോളും ഫേസ് ചെയ്യുന്നത്. കുറച്ച് ചേട്ടൻ അങ്ങനെ എടുക്കാൻ വേണം, ഇങ്ങനെ വേണം എടുക്കാം. അതെ ഉറപ്പായിട്ടും ഇത്രയും വലിയ ഒരാൾ അങ്ങനത്തെ ഒരു കമൻറ്റ് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വലിയ സന്തോഷം തോന്നും. റിക്കി പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രിക്കറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇത്രയും നല്ലൊരു വാക്കുകളുണ്ടാകുമ്പോൾ വലിയ സന്തോഷമുണ്ട്.